മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായി നിർധനരായ 25 കുടുംബങ്ങൾക്ക് വീടൊരുക്കി മക്കൾ. പാലാ കരൂർ ഞാവള്ളിൽ കുര്യൻ ചാണ്ടിയുടെയും സിസിലിയുടെയും മക്കളാണ് ഈ നന്മയ്ക്ക് പിന്നിൽ. ആദ്യഘട്ടത്തിൽ പൂർത്തിയായ 11 വീടുകളുടെ താക്കോൽദാനം ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു. ഇതുപോലൊരു രാത്രി ആ 11 നിർധന കുടുംബങ്ങൾക്കും സ്വപ്നത്തിൽ മാത്രമുണ്ടായിരുന്നതാണ്. സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയാത്ത 25 നിർധന കുടുംബങ്ങൾക്കാണ് പാലാ കരൂർ ഞാവള്ളിലെ കുര്യൻ ചാണ്ടിയുടെയും സിസിലിയുടെയും മക്കൾ തണലൊരുക്കുന്നത്. മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായാണ് 25 സ്നേഹവീടുകളുടെ നിർമ്മാണം. ആദ്യഘട്ടത്തിൽ പൂർത്തിയായ 11 വീടുകൾ ഇന്നലെ വൈകിട്ട് കൈമാറി. ബാക്കി 14 വീടുകളുടെ നിർമ്മാണം ഉടൻ തുടങ്ങും. ഇംഗ്ലണ്ടിൽ വ്യവസായിയായ മകൻ മാത്യു അലക്സാണ്ടറുടെ ആഗ്രഹത്തിനൊപ്പം കുടുംബവും ഒത്തുചേരുകയായിരുന്നു. പാലാ പിതാവിൻ്റെ ഹോം പാലാ പ്രൊജക്റ്റ് എന്നുള്ള ഒരു പദ്ധതി പിതാവിനോട് പലപ്പോഴും സംസാരിക്കുമ്പോൾ പിതാവ് പറയുന്നത് പാലായിൽ വീടില്ലാത്തവരെ പറ്റിയുള്ള പിതാവിൻ്റെ വേദനകളാണ് പിതാവ് എപ്പോഴും പങ്കുവെച്ചുകൊണ്ടിരുന്നത്. അതാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. 3 ഏക്കർ സ്ഥലം വാങ്ങിയാണ് പദ്ധതി ആരംഭിച്ചത്. കരൂർ വൈദ്യശാലപ്പടിയിലെ ഇൻഫന്റ് ജീസസ് നഗറിലാണ് 3 റൂമുകൾ ഉൾപ്പെടെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുമുള്ള വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു സന്തോഷ നിമിഷമാണിത്. ഒരു ഘട്ടം പൂർത്തിയായപ്പം വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഞങ്ങൾക്കിത്. ഡാഡി എപ്പോഴും ചെറുപ്പം മുതൽ പറയാറുണ്ട്, ചാച്ചൻ്റെ അമ്മച്ചീൻ്റെ ചാച്ചൻ എപ്പോഴും ചെറുപ്പം മുതൽ ഇവരെ 9 പേരെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഡാഡി പറയും 11 വീട് പണിതു, എൻ്റെ 14 വീടും പണിതാൻ പോവാം. മക്കളായിട്ട് ഞാനും എൻ്റെ ചേട്ടനും നോക്കാനുള്ള സന്തോഷമുള്ളൂ. ഓരോ വീടിനും 15 ലക്ഷത്തോളം രൂപയാണ് ചെലവ്. കുര്യൻ ചാണ്ടിയുടെയും സിസിലിയുടെയും ഓർമ്മകൾ ഇനി 25 വീടുകളിലും നിറയും. സ്നേഹം പടരും. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.